Good morning, everybody. Praise Lord. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. So we are talking about 3 types of kingdom. Father, your kingdom come. ദൈവമേ, അങ്ങയുടെ രാജ്യം, സ്വർഗീയപിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. പ്രധാനമായി ദൈവരാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കോർഡിംഗ് ദ ബൈബിൾ, നത്തിങ് ഫ്രം മൈ സൈഡ്. ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല, എല്ലാം പരിശുദ്ധാത്മാവ് ബൈബിളിൽ കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നു. യു ആർ വെരി ലക്കി പീപ്പിൾ. You are blessed people. You are privileged people to get all these messages. ഞാനും ഇല്ല, ഇത് നേരത്തെ പഠിപ്പിച്ചിട്ടില്ല, ഒരു ബുക്കിൽ എഴുതിയിട്ടില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആമേൻ. ത്രൂ ദ മലയാളം മെസ്സേജ്. സോ എ സ്പിരിച്വൽ പാസ്പോർട്ട് ഈസ് നീഡഡ്, അല്ലേ? പാസ്പോർട്ട് വേറെ കൺട്രീസിൽ പോകണമെങ്കിൽ നമ്മൾ പാസ്പോർട്ട് കരസ്ഥമാക്കണം. അതുപോലെ വേറെ ഒരു രാജ്യത്ത് പോകണമെങ്കിൽ, ഒരു ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരു സ്പിരിച്വൽ അവിടെ പറന്നുയരണമെങ്കിൽ അത് കുറേ ദൂരമാണ്. സ്വർഗരാജ്യം ഇവിടെ തന്നെയുണ്ട്, പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോകുന്നത് 7ാം സ്വർഗത്തിലേക്കാണ്. അത് വലിയ വലിയ ആ സ്വർഗം ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരും, അതൊക്കെ പിന്നെ പഠിപ്പിക്കാം. പക്ഷേ വി നീഡ് എ സ്പിരിച്വൽ പാസ്പോർട്ട്. സ്പിരിച്വൽ പാസ്പോർട്ട് എന്താണ്? എല്ലാവരും പറഞ്ഞേ. റിപ്പൻറ്റൻസ്, അതായത് പശ്ചാത്തപിക്കുക, നമ്മുടെ പാപം ഏറ്റുപറയുക. ദൈവമേ, ഞാൻ പാപിയാണെന്ന് പറയുക. അതുപോലെ യേശുവിൻ്റെ രക്തക്കഴുകൽ പ്രാപിച്ച് നമ്മൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾക്ക് സ്പിരിച്വൽ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. സോ ദ കിങ്ഡം ഓഫ് ഗോഡ്, ജീസസ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച്ഡ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. പിന്നെ മാർക്ക് 1:15, ജീസസ് പ്രീച്ച്ഡ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ലൂക്ക് ചാപ്റ്റർ 13:3, അൺലെസ് യു റിപ്പൻറ്റ് യു വിൽ ഓൾ പെരിഷ് എന്നാണ് പറഞ്ഞ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, നിങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതാണ് യേശു പറഞ്ഞത്. അപ്പോൾ ടു ഗെറ്റ് ഇൻ യുവർ കിങ്ഡം, ദ ഫസ്റ്റ് ഐ ടോക്ക് അബൌട്ട് അഡ്രസ് ടു ഹെവൻ. ദ ഫസ്റ്റ് ലൈൻ ഓഫ് അഡ്രസ്. നമുക്കൊക്കെ ഇല്ലൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഇല്ലൻ്റെ കവറ്, പോസ്റ്റ് കാർഡ്സൊക്കെ ഇല്ലായിരുന്നോ പണ്ട്? ഈ ജനറേഷൻ അത് കണ്ടിട്ട് പോലും കാണുകയില്ല, എല്ലാം ഫോണിലാണ്. പക്ഷേ അന്നൊക്കെ എന്ത് സൂപ്പറായിരുന്നു. ഈ ടു എൻജോയ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഗെറ്റിംഗ് മണി ഓർഡേഴ്സ് ആൻഡ് പോസ്റ്റ്മാനൊക്കെ വരുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു മണി ഓർഡറും കൊണ്ടൊക്കെ വരുമ്പോഴോ ഒരു ലെറ്ററും കൊണ്ടൊക്കെ വരുമ്പോൾ നോക്കിയിരിക്കും ആ ലെറ്ററിന് വേണ്ടി. ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ, ഞാൻ മഠത്തിലൊക്കെ ആയിരുന്നു, ഇപ്പം വീട്ടിൽ നിന്ന് ലെറ്റർ വരാൻ വേണ്ടി കാത്തിരിക്കും. പിന്നെ ഞാൻ കുറച്ച് പോക്കറ്റ് മണി തരുന്ന അത് ഞാൻ അയച്ചു കൊടുക്കും മണി ഓർഡറായിട്ട് അമ്മച്ചിക്ക്. അതൊക്കെ എന്നെ സന്തോഷമായിരുന്നു. ഒരു ലെറ്റർ വരുമ്പോൾ അത് വായിക്കുമ്പോൾ, ഒരു ബർത്ത്ഡേ കാർഡ് വരുമ്പോൾ, ഒരു ക്രിസ്മസ് കാർഡ് വരുമ്പം, ഗ്രീറ്റിംഗ് കാർഡ്, അതൊന്നും ഇല്ലിപ്പം. അതൊക്കെ ഇല്ലല്ലോ. ആ ത്രില്ലൊക്കെ പോയി. ഒരു ഫോണും ഒരു ലാപ്ടോപ്പ്, ഈ മീഡിയ, സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തൊക്കെ ത്രില്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്നത്തെയൊക്കെ ജീവിതം എന്ത് നല്ല ജീവിതമായിരുന്നു. എല്ലാം സ്ലോ ആയിരുന്നു, പക്ഷേ ഓക്കെ. ഒരു ടെലിഗ്രാം വരണമെങ്കിൽ ആൾ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് മരിച്ച ന്യൂസ് കിട്ടുന്നത്. ഇപ്പം ഒരു കേരളത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരു ടെലിഗ്രാം അയക്കണമെങ്കിൽ എത്ര ദിവസം പിടിക്കും, എത്ര മാസങ്ങൾ പിടിക്കുമായിരുന്നു. ഇപ്പം ജസ്റ്റ് ഓൺ എ ഫോൺ കോൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ അതൊരു വണ്ടർഫുൾ ലൈഫായിരുന്നു പഴയ കാലങ്ങളിൽ, അതൊക്കെ ഓർത്താൽ. അപ്പോൾ അഡ്രസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലൈൻ എഴുതിയത്, ഇറ്റ് ഈസ് റിപ്പൻറ്റൻസ്. ലൂക്ക് ചാപ്റ്റർ 13:3, അൺലെസ് യു റിപ്പൻറ്റ് യു വിൽ പെരിഷ്. റിപ്പൻറ്റൻസ് ഈസ് ദ ഫസ്റ്റ് അഡ്രസ് ടു ഹെവൻ. അപ്പം നമുക്ക് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കും, നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ്. രണ്ടാമത്തെ ലൈൻ പിന്നെ ബാപ്റ്റിസമൊക്കെ ഉണ്ട്, അൺലെസ് യു ആർ ബോൺ അഗെയിൻ എന്നും പറഞ്ഞ്. അങ്ങനെ ഈ മെസ്സേജ് ഇന്നും മാറിയിട്ടില്ല. ഈ മെസ്സേജ് ഇപ്പോഴും സജീവമാണ്. നമ്മളെല്ലാം പ്രീച്ച് ചെയ്യുന്ന റിപ്പൻറ്റ് ആൻഡ് അപ്പോസ്റ്റൽസ് അതാണ് പ്രീച്ച് ചെയ്തത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച് ചെയ്തതാണ്, ജീസസ് പ്രീച്ച് ചെയ്തതാണ്, അപ്പോസ്റ്റൽസ് പ്രീച്ച് ചെയ്തതാണ്. ഇപ്പോൾ നമ്മളും 2026 കൊല്ലങ്ങളായിട്ട് മെസ്സേജ് ഈസ് നോട്ട് ചേഞ്ച്ഡ്. യു ഹാവ് ടു റിപ്പൻറ്റ്, യു ഹാവ് ടു ബിലീവ് ഇൻ ദ ഗോസ്പൽ, then you will go to the kingdom of God. Repent and be baptized for the forgiveness of sins. You will receive the Holy Spirit and then you can go to heaven. Amen. So repentance and baptize. So അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-38 വാക്യം പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞ്
എല്ലാവരും ഓടിക്കൂടി ഇതെന്നാ ഇവർക്ക് എന്നാ പറ്റി, മത്ത് പിടിച്ചോ, അവരെന്നാ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 പേരോട് കൂടി എണീറ്റ് നിന്നിച്ച് ഒരു പ്രസംഗം പറഞ്ഞത്. ഇത് ഞങ്ങൾ മത്ത് പിടിച്ചതൊന്നുമല്ല, ഇത് അന്ത്യനാളാണ്, പരിശുദ്ധാത്മാവാണ്. ദൈവം യോവേൽ പ്രവാചകൻ വഴി പറഞ്ഞത് ഇപ്പോൾ നിറവേറ്റുകയാണ്. യോവേൽ 2:25, 26 അങ്ങനെ 28 പറയുന്നുണ്ട്. അന്ത്യനാളുകൾ, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഐ വിൽ pour out my spirit upon all flesh. Your sons and daughters will prophesy. Your young men will see vision, old men dreams. And I'll pour out my spirit upon men servants, maid servants they will prophesy. ഇതാണ് ഇപ്പം നിറവേറ്റുന്നതെന്ന്. അപ്പം എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിന്മേലും പകരും അന്ത്യനാളിൽ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം കാണും, വൃദ്ധന്മാർ സ്വപ്നം കാണും. അങ്ങനെ എൻ്റെ ആത്മാവിനെ ഞാൻ ദാസിമാരുടെ മേലും ദാസന്മാരുടെ മേലും ഞാൻ പകരും, അവരും പ്രവചിക്കുമെന്ന്. പ്രവചനം, ആമേൻ, ഇതാണ് നിങ്ങൾ കാണുന്നതെന്ന് ഇതെല്ലാം ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞു. പിന്നെ യേശുവിനെ നിങ്ങളെങ്ങനെയാണ് ക്രൂശിച്ചത്, യേശുവിനെ എങ്ങനെയാണ് നിങ്ങൾ അടിച്ച് തല്ലി എല്ലാം ചെയ്ത് നിങ്ങൾ കുരിശിൽ തറച്ച് മരിച്ച് അടക്കപ്പെട്ട് അതിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു. പിന്നെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ 3000 പേരുണ്ടായിരുന്നു അവിടെ. 3000 കൂടുതലുണ്ട്. 3000 പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഈ വചനം കേൾക്കുമ്പം ഹൃദയത്തിൽ കുത്തുകൊള്ളു അല്ലേ? നിങ്ങളുടെ മനസ്സാക്ഷിക്ക് കുത്തു വരുന്നില്ലേ? ശരിയായത് ഞാനിങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ 3000 പേർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കും ഒന്ന് ദൈവത്തെ അറിയണം, ഞങ്ങൾക്കും ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങൾക്ക് സ്വർഗരാജ്യം വേണം, എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വേണം എന്ന് പറഞ്ഞപ്പം പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, യു ഹാവ് ടു റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഫൊർഗിവ്നെസ് ഓഫ് സിൻസ്. യു വിൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ്സ് ഫോർ യു ആൻഡ് ഫോർ ഓൾ ദ ജനറേഷൻ, യുവർ ചിൽഡ്രൻസ് എന്ന്. അത് നിങ്ങൾക്ക് മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് ചിൽഡ്രൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ ലോർഡ്സ് കമ്മിങ് എന്ന്. അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വരവും കിട്ടും, സ്വർഗരാജ്യവും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് തന്നെയാണ് സ്പിരിച്വൽ പാസ്പോർട്ട് ഐ എം ടോക്കിംഗ്. അങ്ങനെ ആരെങ്കിലും ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ, ആദ്യമേ നിങ്ങൾ ഒരു മതവും മാറണ്ട, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തെ സ്വീകരിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. മതം മാറാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ബാപ്റ്റിസം വേണ്ടിയവർ പ്രൈവറ്റായിട്ട് ക്വയറ്റായിട്ടും എടുക്കാം അല്ലേ? ഒരു പാസ്റ്ററിനെ കണ്ട് എനിക്ക് ബാപ്റ്റിസം വേണം എന്ന് പറയാം. അതാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ടിക്കറ്റാണ് ബാപ്റ്റിസം. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. സോ ഫസ്റ്റ് പാസ്പോർട്ട് കരസ്ഥമാക്കുക. ആമേൻ. കരസ്ഥമാക്കുക പാസ്പോർട്ട്. ഐ വാണ്ട് ലോർഡ്. യേശുവേ, ഞാൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നെ കഴുകണം യേശുവിൻ്റെ രക്തത്താൽ, കഴുകി അങ്ങയുടെ കുഞ്ഞാക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Have a spiritual passport. Have a good day.